രാമങ്കരിയിൽ ഭാര്യയുടെ സുഹൃത്തിനെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയായ ഭർത്താവ് സുബിൻ പിടിയിലായി. കലൂർ സ്വദേശി സുബിനെ കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് സുബിൻ തട്ടിക്കൊണ്ടുപോയ ഭാര്യ രഞ്ജിനിയെയും പോലീസ് കണ്ടെത്തി. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ് ടെലിഫോൺ ലൈനിലാണുള്ളത്. മനീഷ് പറയൂ. രണ്ട് പോലീസ് സംഘങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തിയത്. ഇന്നലെ പുലർച്ചയോട് തന്നെ ഇവർ ചങ്ങനാശ്ശേരിയിൽ നിന്നും ട്രെയിൻ മാർഗം സംസ്ഥാനം വിട്ടിരുന്നു എന്ന സൂചന പോലീസ് ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് പുലർച്ചെ ഇവരെ കോയമ്പത്തൂരിൽ നിന്നും പോലീസ് സംഘത്തിന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ്. അന്ന് ഈ സുബിന്റെ ഭാര്യയുടെ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഭാര്യ രഞ്ജിനിയെ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലെത്തുന്നതും ഇരുവർ തമ്മിൽ അവിടെ വെച്ച് തർക്കമുണ്ടാവുകയും ആ തർക്കത്തെ തുടർന്ന് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തി. അതിൽ ബൈജുവിനാണ് പരിക്കേറ്റത്. ആൺ സുഹൃത്തായ ബൈജുവിന് നല്ല രീതിയിൽ പരിക്കുണ്ടായി. ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വേഴപ്രയിലാണ് രാമങ്കരിയിലെ വേഴപ്രയിലെ ബൈജുവിന്റെ വീട്ടിൽ വെച്ചാണ് സുബിൻ, അതായത് ഈ ഭർത്താവ്, ആക്രമിക്കുന്നതും പിന്നീട് അവിടെ നിന്നും ഭാര്യ രഞ്ജിനിയുമായി അവിടെ നിന്നും ട്രെയിൻ മാർഗം മറ്റു സംസ്ഥാനത്തേക്ക് പോകുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത് ഈ സുബിന്റെ ക്രൂരത മൂലമാണ് ഭാര്യ ഇത് സഹിക്കാൻ വയ്യാതെയാണ് സ്വന്തം വീട്ടിൽ പോകുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന സമയത്താണ് അയൽവാസിയായിട്ടുള്ള ബൈജുവുമായി സുഹൃത്തുമായി പരിചയത്തിലാവുന്നത്. 12 ദിവസങ്ങൾക്ക് മുൻപ് ബൈജുവും ഈ രഞ്ജിനിയും ഒരുമിച്ച് താമസം തുടങ്ങി. ഇതറിഞ്ഞാണ് സുബിൻ ബൈജുവിന്റെ വീട്ടിലെത്തിയത്. അടുക്കള വാതിൽ പാര കൊണ്ട് കുത്തി തുറന്ന് അകത്ത് കയറിയ ഇയാൾ സുബിൻ രഞ്ജിനിയെ ആദ്യം വെട്ടി. പിന്നീട് അത് തടയുമ്പോഴാണ് ബൈജുവിനെ വെട്ടിയത്. ബൈജുവിന്റെ കൈവിരൽ അറ്റുപോയി. തുടർന്ന് ബൈജുവിനെ പലതവണ വെട്ടി. അതിനുശേഷം യുവതിയെ വലിച്ചിരിച്ച് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി വഴിവാൾ കാട്ടി വേറെ വസ്ത്രം ധരിപ്പിച്ചു. തുടർന്നാണ് ഇവർ രണ്ടുപേരും ചേർന്ന് കോയമ്പത്തൂരിലേക്ക് പോയത്. കോയമ്പത്തൂരിലേക്ക് പോകുന്ന സമയത്ത് ബൈജുവിന്റെ ദേഹത്തും രഞ്ജുവിന്റെ ദേഹത്തും മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇത് മാറ്റി വസ്ത്രം ധരിച്ച് ബാക്കി ഭാഗങ്ങളിലൊക്കെ തുണി കൊണ്ട് കെട്ടിയുമാണ് ട്രെയിൻ മാർഗം പോയത്. ഗുരുതര പരിക്കുകളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആദ്യം ബൈജുവിനെ എത്തിച്ചെങ്കിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്ലാസ്റ്റിക് സർജറി, അതായത് ശസ്ത്രക്രിയ അടക്കം നടത്തേണ്ടി വന്നു. എന്താണെങ്കിലും ഇയാൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ സുബിൻ എന്ന വ്യക്തി. മനീഷ് മൊഹിബാലാണ് കലൂരിൽ വിവരങ്ങൾ നൽകിയത്.